ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്നോട്ട് പുതിയൊരു തുടക്കം. ഈ കൊല്ലെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചായയൊക്കെയുള്ള പരിപാടികളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് 2026 ആദ്യത്തെ ചായ വെപ്പ്. പിന്നെ നമ്മൾ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് ഞാൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അളവ് ഗ്ലാസ് ഉണ്ടല്ലോ അത് അതിൽ പെട്ടുപോയി. അങ്ങനെ അത് കഷ്ടപ്പെട്ടെടുത്തു. പിന്നെ അങ്ങനെ ചായ ആയി. ഞാൻ ഇന്നോട്ട് ഷുഗർ കട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ സ്റ്റീവിയ ഇതാണ് ഇപ്പോൾ മധുരത്തിന് പകരം. ചായ എന്തായാലും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം മധുരത്തിന് പകരം ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്നോട്ട് ഒരു ഡയറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളിവിടെ എണീക്കുമ്പോൾ രാവിലെ ഏകദേശം ഒരു 7 മണിക്കാവും കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ചായ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ചോറ് വെക്കുക എന്നുള്ളതാണ്. ഈ പാത്രം അടിപൊളി കേട്ടോ. ഞാൻ ചായ കാറ്റാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ഞാൻ എൻ്റെ കെട്ടിയോന് ചായ കൊണ്ടെടുത്തിട്ട് വരട്ടെ. എന്നാ ചായ എനിക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇപ്പം ഞാൻ സ്റ്റീവി യൂസ് ചെയ്യുന്നതുകൊണ്ട് ചായക്ക് വലിയ ഗുമൊന്നുമില്ല. പക്ഷേ 2026 ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വേണ്ടാന്ന് വെക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു മധുരം കഴിക്കാന്നുള്ള എൻ്റെ ആ ഒരു അഡിക്ഷനും കൂടെ മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ചായയിൽ ഇപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം സ്റ്റീവിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ കാലത്ത് ഈ ചായ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പലപ്പോഴും വിചാരിക്കും ഈ ഒരു ചായക്കുടിയും കൂടെ ഒന്ന് ഒഴിവാക്കണം. പലരും ഇങ്ങനെ ചായക്കുടി ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് പറ്റാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പകുതിയും ടെൻഷൻ പോകും. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കാലത്ത് ഈ ഒരു ചായ കുടിച്ചില്ലാന്ന് എനിക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളാണ്. അപ്പോൾ ചായ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മളില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പം മാത്രമല്ല പ്രായമായവരാണ്, അപ്പം നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ചായ വെച്ച് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി എടുത്തു വെച്ചു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കുറച്ച് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാബേജ് ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ക്യാബേജ് അരിഞ്ഞ് പെട്ടെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേഗം നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകാൻ റെഡി ആവണം. അപ്പോൾ രാവിലെ തന്നെ കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു വെക്കും കേട്ടോ. പിന്നെ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ വേഗം പോയി കുളിച്ച് വന്ന് ഇതാണ് കേട്ടോ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഈന്തപ്പഴമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു 9 മണിയായപ്പോഴത്തേക്കും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ജോലി സ്ഥലത്ത് എത്തി. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ റൂമിലെത്തിയിട്ട് ഞാൻ ഈ ഒരു സ്നാക്സാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല എരി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ചോറും മീൻകറിയും ക്യാബേജ് ഉപ്പേരിയും കുറച്ച് തൈരാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഡ്യൂട്ടി